ഹലോ. ഇന്ന് കുറച്ച് വൻപയറും ഒരു വാഴക്കൂമ്പൂടെ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതൊരു ഏത്തവാഴയുടെ വാഴക്കൂമ്പാണ്. സാധാരണയായിട്ട് ഏത്തവാഴയുടെ അല്ലെങ്കിൽ വളാന്തോടൻ്റെയോ വാഴക്കൂമ്പാണ് നമ്മൾ തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നത്. ഈ വാഴക്കൂമ്പിൻ്റെ പോളയൊക്കെ ഞാൻ ഇരിച്ചപ്പോഴത്തേക്കിനും അതിനകത്തിൽ ആ തേനുള്ള ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് പ്രത്യേകം ഒന്നിനെ അരിഞ്ഞെടുത്തു. വാഴക്കൂമ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചെറുതായിട്ടങ്ങ് കൊത്തി അരിഞ്ഞു വെച്ചു. അത് ഫുള്ളും അരിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്ത് ഒഴിച്ചു ഒന്ന് ഇളക്കി വെച്ചു. എന്തെങ്കിലും കയ്പ്പൊക്കെ ഉണ്ടെങ്കിലേ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനി ഒരു പാൻ വെച്ചു. അത് ചൂടാകുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടി അതിലേക്ക് കുറച്ച് വറ്റൽമുളകിട്ട് കരിവേപ്പിലയിട്ട് എന്നിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു. അതിലേക്ക് ഇനി നമ്മൾ വൻപയർ വേവിച്ച് ഞാൻ വെച്ചിരുന്നു, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്ത് തിരുമ്മി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് തത്തിപ്പൊത്തി വെച്ച് കുറച്ച് ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഈ വാഴക്കൂമ്പൊക്കെ ഇതേപോലെ തോരൻ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും. ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിലേ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.